ഹലോ നമസ്കാരം, ഐശ്വര്യയാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഞാനിപ്പോൾ ഈ എൻ്റെ വീഡിയോയുടെ കൂടെ തന്നെ പ്ലേ ചെയ്യുന്നൊരു വീഡിയോ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരമ്മ, കൊല്ലത്താണ് സ്ഥലം, ഒരമ്മ രാത്രി 11 മണിക്ക് ഒരു റോഡരികിൽ ഒരു തുണി പുതച്ച് കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 80 വയസ്സെങ്കിലും ഉള്ള ഒരു അമ്മയാണ് ആ കിടക്കുന്നത്. നമുക്കെല്ലാവർക്കും അമ്മമാരുള്ളതാണ്. ജീവിച്ചോണ്ട് ഇരിക്കുന്നവരുണ്ടാകാം, ഇല്ലാത്തവരുണ്ടാകാം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം, ആ അമ്മയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. എല്ലാ അർത്ഥത്തിലും നിയമപരമായി ആ അമ്മയെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ബന്ധപ്പെട്ടവരെ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യാൻ കാര്യം നിങ്ങളിലേക്കൊക്കെ ഇതൊന്ന് എത്തിക്കുക എന്നുള്ളതാണ്. ആ അമ്മയ്ക്ക് 3 മക്കളുള്ളതാണ് എന്നാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ അറിയാൻ പറ്റിയത്. നമുക്ക് നാളെ ഈ അവസ്ഥ ഉണ്ടാവും എന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അതിലൊക്കെ അപ്പുറത്ത് നമ്മുടെ അമ്മയാണോ, നമ്മുടെ അമ്മയൊക്കെ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നീയൊക്കെ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഞാൻ ഒരിക്കലും ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രിപ്പയർഡായിട്ട് അല്ല. കാരണം ഞാൻ വേറൊരു തിരക്കുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിത് ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടതിന് ശേഷം മതി അടുത്ത കാര്യം എന്നൊരു തോന്നലുണ്ടായിട്ടാണ്. നിങ്ങളിലേക്ക് കൂടി എത്തിക്കണമല്ലോ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ അമ്മയുടെ ഒരു അവസ്ഥ നിങ്ങൾ കണ്ടോ? ഒരാളത് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് വളരെയധികം നന്ദി. കാരണം അദ്ദേഹം ആ വീഡിയോ ചെയ്തത് കൊണ്ട് മാത്രമാണ് എനിക്കും നിങ്ങൾക്കൊക്കെ അമ്മയെ അറിയാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പൂർണ്ണ മനസ്സോടുകൂടി അമ്മയെ സ്വീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ അമ്മയെ എങ്ങനെ നോക്കിയോ അതുപോലെ നോക്കാൻ തയ്യാറാണ്. നിയമപരമായ എല്ലാ കാര്യങ്ങളോടും കൂടി, അതായത് നമുക്കവരെ നോക്കാൻ കപ്പാസിറ്റി ഉണ്ടെന്നും കൂടി നമ്മൾ നോക്കാൻ പറ്റണമല്ലോ. കൊണ്ടുവന്നിട്ട് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഒന്നും ആവാൻ പാടില്ലല്ലോ. ഞാൻ അതും പ്രൂവ് ചെയ്യാൻ തയ്യാറാണ്. അറിയിക്കേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പിന്നീടുള്ള എന്താ വീട്ടിൽ പോകാതെ കിടക്കുന്നത്? എന്ത് പറ്റി അമ്മ? എന്താ ഇവിടെ വന്ന് ഇങ്ങനെ തറയിൽ കിടക്കുന്നത്? അമ്മയുടെ മക്കളൊക്കെ എന്ത് ചെയ്യേ? അമ്മയുടെ മക്കളൊക്കെ എന്ത് ചെയ്യേ? അവരെന്തും വീട്ടിൽ കയറ്റത്തില്ലേ? എന്താ അമ്മ, എന്തിനാ അമ്മ ഇങ്ങനെ തറയിൽ കിടക്കുന്നത്? എന്താ വീട്ടിൽ പോകാത്ത എന്തായിരുന്നു? നമ്മൾ ഒരു നേരം കഴിക്കുന്ന ഭക്ഷണം മതി ആ പാവത്തിന് 3 നേരത്തേക്ക്. നമ്മൾ കിടക്കുന്ന വീടിൻ്റെ ഒരു കോണ് മതി, ഒരു ഒരു ഇറമ്പ് മതി ആ പാവത്തിന് കിടന്നിറങ്ങാൻ. സ്വന്തം മക്കൾ അതൊന്നും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏറ്റവും വേദനാജനകമാണത്. ആർക്കും ഈ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. എല്ലാ അമ്മമാരും അവരുടെ ബാല്യത്തിൽ മക്കളെ നോക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഡിഫിക്കൽട്ടാണ്. അത് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ഒരമ്മ തന്നെയായിരിക്കും. കാരണം നമ്മൾ മുന്നോട്ട് ജീവിക്കണമെങ്കിൽ അതിന് ഏൺ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജീവിക്കാൻ കഷ്ടപ്പെടാൻ വേണ്ടി ഒരു അച്ഛൻ പോകുമ്പോൾ അതുപോലെ തന്നെ കഷ്ടപ്പാടാണ് ഒരു കുഞ്ഞിനെ വളർത്തുന്ന ഒരമ്മയ്ക്കുള്ളത്. അങ്ങനെ 3 മക്കളെ വളർത്തിയ അമ്മയാണ് ആ മണ്ണിൽ ആ പാതിരാത്രിയിൽ ഒരു കീറ്റത്തുണിയിൽ പൊതിഞ്ഞ് കിടക്കുന്നത്. എനിക്കൊരിക്കലും അത് കണ്ടില്ല എന്ന് നടിക്കാൻ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതും ഇങ്ങനൊരു തീരുമാനമെടുത്തതും. ഒരു പക്ഷേ ഞാൻ എൻ്റെ ഫാമിലിയോ മറ്റാരോടും ഡിസ്കസ് ചെയ്തതിന് ശേഷമല്ല ഈ ഒരു തീരുമാനം എടുത്തത്. ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ മുമ്പും എടുക്കുമ്പോഴും ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ദുഃഖം കാണുമ്പോൾ എനിക്കവിടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷേ ആലോചിച്ചാൽ അതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊക്കെ കടന്നാൽ എല്ലാവർക്കും അത് തൃപ്തികരമാകണമെന്നില്ല. പക്ഷേ ചില കാര്യങ്ങളിൽ എൻ്റെ ശരികൾ മാത്രം ഞാൻ നോക്കാറുള്ളൂ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം. ആരെയും പറഞ്ഞ് ഞാൻ എൻ്റെ ഫാമിലി ആണെങ്കിലും ഈവൻ ആരെയാണെങ്കിലും ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാറേ ഉള്ളൂ. എൻ്റെ മുന്നിൽ അത് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ വേണം. അല്ലെങ്കിൽ എൻ്റെ പേരൻസ് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അത് സമ്മതിക്കുമോ? നിങ്ങൾ പറഞ്ഞാൽ സമ്മതിക്കുമോ? നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അവർക്ക്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ആ അമ്മയെ കണ്ടില്ല എന്ന് നടിക്കരുത്. ഒരുപാട് അമ്മമാരുണ്ട് ഇങ്ങനെ. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും സംരക്ഷിക്കാനൊന്നും നമുക്ക് പറ്റില്ല. പക്ഷേ ഒരു അണയാറായൊരു ദീപം അത് കണ്ടില്ലെന്ന് എനിക്ക് നടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും എന്ന് എനിക്കറിയാം.